ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? നാടറിയാം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ അറിയാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഈ ഒരു നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ഏതാണ്? നാടറിയാം എന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ ആദ്യം തന്നെ ഒരു 4 വരി കവിതയാണ് തന്നിരിക്കുന്നത്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു 4 വരി കവിതയാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഈ കവിത തന്നിട്ട് ചോദിക്കാം, ഇത് ആരുടെ വരികളാണ്, അല്ലെങ്കിൽ ഇത് ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? മാതൃവന്ദനം എന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതയാണിത്. ഇനി അപ്പോൾ കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന കൃതിയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്ന് കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ, അങ്ങനെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സുന്ദരമായ നമ്മുടെ നാട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, അതുപോലെ കുന്നുകൾ, കടൽ തീരങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയ സവിശേഷതകളുണ്ടോ? വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. അപ്പോൾ വാണിയംകുളം പഞ്ചായത്ത് 2001 വാണിയംകുളം പഞ്ചായത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഇവിടെ തന്നിരിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന് ഉള്ളത്. ഈ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ഒരു പഞ്ചായത്താണ് ഏതെന്ന് പറയുന്നത്? വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഏത് നദി ഒഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. അപ്പോൾ ഭാരതപ്പുഴ ഒഴുകുന്നത് ഏത് വഴിയാണ്? നമ്മുടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? അപ്പോൾ ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? നമ്മുടെ NH 966 ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഗതാഗത മാർഗം എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേ 966. ഈ നാഷണൽ ഹൈവേ 966 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? പാലക്കാടിനെയും തൃശ്ശൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, പാലക്കാട് തൃശ്ശൂർ ഇവ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് ഈ നാഷണൽ ഹൈവേ 966 എന്ന് പറയുന്നത്. ഇനി പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് കാർഷിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതാണ് വാണിയംകുളം പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണ രീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു? അപ്പോൾ നമുക്കറിയാം ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് എന്താണ് കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് വളക്കൂറുള്ള മണ്ണ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ പാലക്കാട് ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഭാരതപ്പുഴയുടെ തീരത്തെ ആ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്? ഇനി നമ്മൾ ഇവിടെ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ്. അപ്പോൾ കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ് ഈ 3 ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇതിൽ മലനാട് എന്ന് പറഞ്ഞാൽ 75 മീറ്ററിന് മുകളിലുള്ള ആ ഒരു പ്രദേശം, അതിനെയാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത്. ഇടനാട് എന്ന് പറഞ്ഞാൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള പ്രദേശം, അതാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇനി ഏതാണ്? തീരപ്രദേശം എന്ന് പറഞ്ഞാൽ 7.5 മീറ്ററിൽ താഴെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളെന്ന് പറയുന്നത്. ഇനി ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇപ്പോൾ മലനാടാണെങ്കിൽ എത്ര? 75 മീറ്ററിന് മുകളിലായിരിക്കും. തീരപ്രദേശമാണെങ്കിലോ 7.5 മീറ്ററിൽ താഴെയായിരിക്കും. ഇടനാടെന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിൽ, അതായത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാടിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അപ്പോൾ തീരപ്രദേശമാണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കടൽ തീരങ്ങളെല്ലാം തന്നെ അറബിക്കടലിനോട്, അല്ലെങ്കിൽ നമ്മുടെ തീരപ്രദേശങ്ങളെല്ലാം തന്നെ ഏതിനോട് ചേർന്ന് കിടക്കുന്നവയാണ്? അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നവയാണ് കേരളത്തിലെ തീരപ്രദേശങ്ങൾ എല്ലാം തന്നെ. ഇനി തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അപ്പോൾ ഏതാണ്? തമിഴ്നാട്, കർണാടകം തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇടനാടാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ചിത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? ഇടനാടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്, കർണാടകം എന്നിവയൊക്കെ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ചേർന്നാണ് കിടക്കുന്നത്? ഇടനാടോട് ചേർന്നാണ് കിടക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ നമ്മൾ കൂടുതലായിട്ട് തരംതിരിച്ചങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റിലെ പറയുന്നത് ആരെക്കുറിച്ചാണ്? മലനാടിനെ കുറിച്ചാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലനാട് എവിടെയാണെന്നാണ് നമ്മൾ ഭൂപ്രകൃതി വിഭാഗം, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂപ്രകൃതി ഭൂപടത്തിൽ നമ്മുടെ മലനാട് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറിൽ തന്നിരിക്കുന്നതാണ് മലനാട്. അപ്പോൾ മലനാടിൻ്റെ സ്ഥാനം കണ്ടല്ലോ. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ മലനാട് എന്ന് പറയുന്നത്. മലനാട് ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ മലനാടിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ കുന്നുകൾ, മലകൾ, അതുപോലെ പർവ്വതങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്.
ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. അപ്പോൾ മലനാടിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ ഉയർന്ന തോതിലാണ് അവിടെ മഴ ലഭിക്കുന്നത്. അതുപോലെ തന്നെ പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി ഏതാണ്? മലനാടിൽ നിന്നാണ് 44 നദികളും ഉത്ഭവിക്കുന്നത്. ഇനി നമ്മൾ ഇടനാടിലേക്ക് പോവുകയാണ്. എന്താണ്? നമ്മൾ ഇടനാടിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് വരാം. നമുക്ക് ഇവിടെ ഇടനാട് എന്ന് പറയുന്നത് ഇവിടെ ഈ ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നതാണ് ഇടനാട്. 7.5-നും 75 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട്. ഈ കാണുന്നതൊക്കെയാണ് എന്ത്? ഈ ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇനി ഇടനാടിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണ്? ഇടനാടിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടു. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇത് ഇടനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഇടനാട് എന്ന് പറയുമ്പം വലിയ കുന്നുകളൊന്നുമല്ല, ചെറുകുന്നുകളാണ്. അതുപോലെ തന്നെ താഴ്വരകളുണ്ട്. നദീതടങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഇടനാടിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി നമ്മൾ തീരപ്രദേശം നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തീരപ്രദേശം. ഇതിന് എന്താ പ്രത്യേകത? സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെ? അതുപോലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകൾ. നമുക്കറിയാം തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ ആലപ്പുഴ, ഇവിടെ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, പിന്നെ ഏതാണ് കോഴിക്കോട്. ഇവിടെയൊക്കെ തീരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകളാണ്. അതുപോലെ ഇനി മലനാടും ഇടനാടും ഉൾപ്പെടുന്ന ജില്ലകൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥ. ഇനി ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ കാലവർഷം എന്ന് നമ്മൾ പറയും. രണ്ടാമത്തേത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം എന്ന് പറയും. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അതുപോലെ തുലാവർഷം എന്നിങ്ങനെ 2. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ നമ്മൾ കാലവർഷം എന്ന് പറയും. വടക്ക് കിഴക്കൻ മൺസൂൺ കാലമെങ്കിൽ എന്താണ് പറയുന്നത്? തുലാവർഷം എന്ന് പറയും. ഇങ്ങനെ 2 കാലാവസ്ഥയാണ് നമുക്കുള്ളത്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് നമുക്ക് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. അപ്പോൾ കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്ന സമയം എപ്പോഴാണ്? മാർച്ച് മുതൽ മെയ് വരെയാണ് കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത്. ഈ കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. അപ്പം വേനൽക്കാലത്ത് പ്രത്യേകത എന്താണ്? കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിലാണ്. വേനൽക്കാലത്തെ ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. അപ്പോൾ വേനൽക്കാലത്ത് ഇടയ്ക്ക് നമുക്ക് കുറച്ച് മഴ ലഭിക്കാറുണ്ട്. ഇനി ഇവിടെ ഈ മൺസൂണിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകുന്നത്. മൺസൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകൾ ഏതാണ്? അതാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വീശുന്ന മാസം ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. നമുക്കറിയാലോ സ്കൂൾ തുറക്കുന്ന ആ സമയത്താണ്, ജൂൺ മാസത്തിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് എവിടെയാണ്? ഈ മാസങ്ങളിലെ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ടാണ്. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ
തെക്ക് പടിഞ്ഞാറ് ദിശയിൽ. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് വടക്കായി ഇന്ത്യൻ സമുദ്രത്തിലാണ്. ഇന്ത്യൻ സമുദ്രത്തിൽ ഏത് ഭാഗം? തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെന്ന് പറയുന്നത്. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. അപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റായതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ എന്ത് കിട്ടുന്നു? മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പശ്ചിമഘട്ടത്തിലേക്ക് വീശുന്ന ഒരു കാറ്റിനെ, അതായത് നമ്മുടെ കടലിൽ നിന്നും എന്താണ് വാഹിനികളായിട്ട് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ നമ്മുടെ പശ്ചിമഘട്ട പർവ്വതനിരകൾ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന മഴയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാലവർഷം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. അപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തിലെ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളാണ് ഇതെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. ഇത് ഏതിലൂടെയാണ് പോകുന്നത്? ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്ന ഈർപ്പപൂരിതമായിട്ടുള്ളൊരു കാറ്റാണ്. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ, അതായത് നമുക്കറിയാം തമിഴ്നാട്, അതുപോലെ കർണാടകം, അങ്ങനെ കേരളം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് സമയത്താണ്? നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് സമയത്താണ് ഈ തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇനി ഇവിടെ കേരളത്തിലെ മണ്ണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാട്ടൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സമയത്തെ വളരെ വളരെ പ്രശസ്തമായൊരു പാട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പാടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പാട്ട് എന്ന് പറയുന്നത് എന്താണ്? മണ്ണേ നമ്പി ലേലയ്യ മരമിരുക്ക്. പക്ഷെ നമ്മുടെ പുതിയ പാട്ട് എന്താണ്? മണ്ണേ നമ്പി മരമിരുക്ക് രാരീരാരം രാരോ മരത്തെ നമ്പി എന്താണ് അങ്ങനെയുള്ള ഒരു പാട്ടാണ് നമ്മുടെ പാട്ട്. പക്ഷെ ഈ പാട്ട് അങ്ങനെയല്ല കേട്ടോ. മണ്ണേ നമ്പി ലേലയ്യ മരമിരുക്ക്, അങ്ങനെ തുടങ്ങുന്ന പാട്ടാണിത്. അപ്പോൾ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അട്ടപ്പാടിയിലെ ഒരു ആദിവാസി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഇരുളർ എന്ന് പറയുന്നത് അട്ടപ്പാടിയിലത് ആണ്. അപ്പോൾ ഇവർ പാടുന്ന പാട്ടാണ് ഈ മണ്ണേ നമ്പി ലേലയ്യ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് എന്ത്? മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. അപ്പോൾ നമുക്കറിയാം മണ്ണില്ലെങ്കിൽ എന്തില്ല? സസ്യമില്ല, മനുഷ്യനുമില്ല, ആരുമില്ല. ഇനി എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? അതാ നമ്മൾ പറയുന്നത്. മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ് എന്ന് പറയുന്നത്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ട് നടക്കുന്നത് ആണ്. അപ്പോൾ നമ്മുടെ പാറ പൊടിഞ്ഞാണ് എന്തുണ്ടാകുന്നത്? ഈ മണ്ണുണ്ടാകുന്നത്. അത് ഇന്നോ ഇന്നലെയോ കൊണ്ട് രൂപം കൊണ്ടതല്ല, മറിച്ച് എന്താണ്? 1000 വർഷങ്ങൾക്ക് കൊണ്ടാണ് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷമെടുക്കും? 1000-ലധികം വർഷമെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഏത്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്നത്. അതിൽ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? നമ്മുടെ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്.
അപ്പോൾ ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. അപ്പോൾ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്ന വസ്തുതകൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതിയുണ്ട്, പിന്നെ ഏതാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവയാണ് മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷം വേണം? 1000-ലധികം വർഷം വേണമെന്നാണ് പറയുന്നത് 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപം കൊള്ളുന്നതിന്. മണ്ണ് ഉപയോഗപ്പെടുത്തി മനുഷ്യർ നടത്തുന്ന വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ അത് കുട്ടികൾക്കുള്ള ഇതാണ് കേട്ടോ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ്. അതുപോലെ ചെമ്മണ്ണുണ്ട്, റെഡ് സോയിൽ, ചെമ്മണ്ണ്, എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ എന്ന് നമ്മൾ പറയും. പിന്നെന്താണ്? വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിലുണ്ട്. ഇവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. ഇനി കറുത്ത മണ്ണുണ്ട്, ബ്ലാക്ക് സോയിലുണ്ട്, അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും നമ്മൾ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് നമ്മുടെ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. കൂടാതെ ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനമാണ്. ഇനി അമിത രാസവള കീടനാശിനി പ്രയോഗം, ചില ചിത്രങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അമിത രാസവള കീടനാശിനി പ്രയോഗം ചെയ്യുന്നു. അതുപോലെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, നമ്മളിവിടെ ഇതൊക്കെ പല സ്ഥലങ്ങളിലും കാണുന്ന അപൂർവമായ കാഴ്ചകളാണ്. മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയമായ ഖനന പ്രവർത്തനങ്ങൾ, അതുപോലെ അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? മണ്ണ് സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളത് എന്താണ്? നദീതീരങ്ങളിൽ കണ്ടൽ കാടുകൾ വച്ച് പിടിപ്പിക്കാം. അതുപോലെ കയർ ഭൂവസ്ത്രങ്ങൾ നിർമ്മിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ മണ്ണ് സംരക്ഷിക്കാൻ പറ്റും. ഇതുപോലെ അതിരുകളൊക്കെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ഇനി എന്താണ്? തട്ട് കൃഷി. ഇതാണ് തട്ട് കൃഷി എന്ന് പറയുന്നത്. ഇതേപോലെ തട്ടായിട്ട് തരംതിരിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണൊലിപ്പ് തടയാൻ കഴിയും. ഇനി കല്ല് വെച്ച് എന്ത് ചെയ്യാം? കൂടുതൽ ഈ കയ്യാലകൾ കെട്ടുന്നതിലൂടെ മണ്ണൊലിപ്പ് തടയാൻ സാധിക്കും. ഇനി ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 5 പ്രത്യേകത എന്ന് പറയുന്നത് ലോക മണ്ണ് സംരക്ഷണ ദിനമാണ്. ഡിസംബർ 5 എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ആചരിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ്? 2015 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്തത്? ഈ ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഇനി കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവം ഏതാ? അതാണ് ജലമെന്ന് പറയുന്നത്. ഇനി ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകൾ, നീരുറവകൾ, കിണറുകൾ, കുളങ്ങൾ, നദികൾ, ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിൻ്റേത്. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സഹ്യപർവ്വതം, അതുപോലെ പടിഞ്ഞാറ് എന്താണ്? അറബിക്കടൽ. അങ്ങനെ തുടങ്ങി കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്നൊരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്, നമ്മുടെ കേരളത്തിനുള്ളത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നിരവധി കുളങ്ങളും തടാകങ്ങളും എവിടെയുണ്ട്? നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44 നദികളാണ് ഉള്ളത്. ഇത് ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവയിൽ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. 41 നദികൾ ഇങ്ങോട്ടും ഒഴുകും. പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുമുണ്ട്. ആ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ എന്ന് പറയുന്നത്.
രണ്ട് മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും എന്ത് ചെയ്യുന്നു, വറ്റിപ്പോകുന്നു അല്ലേ. ഇനിയിപ്പോൾ എന്താണ് മാർച്ച് ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ നമ്മുടെ നദികളെല്ലാം എന്ത് ചെയ്യുന്നു, വറ്റി തുടങ്ങുന്നു. അതായത് വെള്ളത്തിൻ്റെ അളവ് വളരെ വളരെ കുറയുന്നു. ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? മഴക്കുഴികൾ എടുക്കുക, മഴവെള്ള സംഭരണി ഉണ്ടാക്കുക, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ ഇനി ഇവിടെ നോക്കിയേ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്? ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളാണ്. നമ്മുടെ വേസ്റ്റുകളെ കൊണ്ടുവന്ന് നദീതീരങ്ങളിൽ, നദികളുടെ കരകളിൽ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നു. അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യജലങ്ങൾ ഒഴുക്കിവിടുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജലസംഭരണികളെ നാശത്തിലേക്ക് വഴിതെളിക്കുന്നതാണ്. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അപകടമാണ്. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് ചില പദ്ധതികൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത്. ഇത് ആരാണ് നിർവഹിക്കുന്നത്? നമ്മുടെ ഹരിത കേരള മിഷൻ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഹരിത കേരള മിഷൻ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി മാലിന്യമുക്തം നവകേരളം എന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആണ് അതിൻ്റെ പദ്ധതി നിർവഹിക്കുന്നത്. അപ്പോൾ മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്ന പദ്ധതി നിർവഹിക്കുന്നത് ആരാ? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അതുപോലെ തെളിനീരൊഴുകും നവകേരളം. അപ്പോൾ ഈ നവകേരളം എന്ന് പറഞ്ഞാൽ അപ്പോഴാലോചിച്ചോളണം, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നവകേരളം കൊണ്ടുവന്നത്. ഇനി ജൽ ജീവൻ മിഷൻ ആരുടേതാ? ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജൽ ജീവൻ മിഷൻ ആരുടേതാണ്? കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അപ്പോൾ ഓരോ പദ്ധതികളും പഠിച്ചു വെക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരളം മിഷൻ്റെ പദ്ധതിയാണ്. മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ഇവ രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ നടത്തുന്ന പദ്ധതികളാണ്. ജൽ ജീവൻ മിഷൻ ആരുടേതാണ്? കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. കേരളത്തിൻ്റെ വിളവൈവിധ്യത്തെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അപ്പോൾ എന്തൊക്കെ കൃഷികളാണ് കേരളത്തിലുള്ളതെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നെൽകൃഷി, റബ്ബർ കൃഷി, ഇനി ഏതാണ്? അതുപോലെ തെങ്ങ് കൃഷിയുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ തേയില കൃഷി. ഇതൊക്കെ നമ്മൾ ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏത് തരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്? അപ്പം നമുക്കറിയാം നെൽകൃഷി, തെങ്ങ് കൃഷി, ഇതൊക്കെ ഏതാണ്? തീരപ്രദേശങ്ങളിലുള്ള കൃഷിയാണ് നെൽകൃഷി, തെങ്ങ് കൃഷി. ഇനി റബ്ബറിലോട്ട് വന്നാൽ അത് എവിടെയാണ്? ഇടനാട്ടിലാണ്. ഇനി മലയോര പ്രദേശങ്ങളിൽ, മലനാട്ടിൽ കൃഷി ചെയ്യുന്നൊരു കാർഷിക വിളയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ തേയില എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും തേയില കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ തേയിലയ്ക്ക് അതിൻ്റെ തണുത്ത ഒരു കാലാവസ്ഥ ആവശ്യമാണ്. അതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ എന്ത് കൃഷി ചെയ്യാത്തത്? തേയില കൃഷി അപര്യാപ്തമല്ലാത്തത്. കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. കാരണം എന്താണ്? അപ്പോൾ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇടനാട്, മണ്ണ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടനാട്ടിലെ ലാറ്ററൈറ്റ് മണ്ണാണ് നമ്മുടെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും എന്തിനെ സ്വാധീനിക്കുന്നവയാണ്? നമ്മുടെ കൃഷിയെ സ്വാധീനിക്കുന്നവയാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. അപ്പോൾ വ്യാപകമായി തേയില കൃഷിയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്. അതുപോലെ അപ്പോൾ മൂന്നാർ, പീരുമേട് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി എന്നീ സ്ഥലങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില കൃഷി വ്യാപകമായിട്ട് നടക്കുന്നു.
നടക്കുന്നുണ്ട്. ഇനി പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അപ്പോൾ വ്യാപകമായിട്ട് നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഏത്? നമ്മുടെ പാലക്കാട് ജില്ലയിലും അതുപോലെ കുട്ടനാട്ടിലും. അപ്പോൾ ഇനി നമ്മുടെ അത് കുട്ടികൾക്കുള്ള നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാലാവസ്ഥ എന്തൊക്കെയാണ്? അവിടെ നമുക്ക് പറയാം വളക്കൂറുള്ള മണ്ണ്, ധാരാളമായി ലഭിക്കുന്ന മഴ, ഇതൊക്കെയാണ് കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾ ഒരുക്കുന്നതിനുള്ള അനുയോജ്യമായ സാഹചര്യം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിലെ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ മലനാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എന്തൊക്കെയാണ്? തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായവയാണ്. കാരണം എന്താണ്? അവിടെ ചരിവാർന്ന ഭൂപ്രകൃതിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ തണുത്ത കാലാവസ്ഥ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതൊക്കെയാണ് ഈ തേയില കൃഷിക്ക്, അതുപോലെ ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷിക്കൊക്കെ അനുയോജ്യമായത്. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഈ ഇടനാട്ടിൽ നമ്മൾ പ്രധാനമായും കൃഷി ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും? അതാണ് മരിച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയുണ്ട്, റബ്ബർ കൃഷിയും വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മരിച്ചീനി, ചേമ്പ്, ചേന, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ വാഴ, റബ്ബർ, ഇതൊക്കെയാണ് ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അപ്പം നെൽകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് എവിടെയുള്ളത്? തീരപ്രദേശത്തുള്ളത്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. അപ്പോൾ അതുപോലെ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കൃഷി രീതികളെന്ന് പറയുന്നത്. ഇനി ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. അപ്പോൾ കേരളത്തിലെ ആഘോഷങ്ങൾ എടുത്താലും അതിനെന്തൊക്കെയായിട്ട് ബന്ധമുണ്ട്? നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധമുണ്ട്, ഭൂപ്രകൃതിയായിട്ട് ഏറെ ബന്ധമുള്ളവയാണ്. ഇനി ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓണം എന്ന് പറയുന്നത് ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അപ്പോൾ ഓണം ഒരു ഇപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു വിളവെടുപ്പ് ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓണമാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം. അപ്പോൾ വിളവെടുപ്പ് ഉത്സവം ചോദിച്ചാൽ വിഷുവും എന്താണ്? വിളവെടുപ്പുമായി ബന്ധമുള്ള ാണ്. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെ പറയാം നമുക്ക്? വള്ളംകളി മത്സരങ്ങൾ, കാളപൂട്ട് മത്സരങ്ങൾ, ഇതൊക്കെ പറയാൻ കഴിയും. ഇനി കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. ഇനി കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? അല്ല, ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റ് തൊഴിൽ മേഖലകളിലെ പുരോഗതിയും എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂലമായിട്ടാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കായലോരങ്ങളിലെ തൊണ്ടു തല്ലലും കയറ് പിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിനുദാഹരണമാണ്. അപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്താണ്? താഴ്ന്ന തീരപ്രദേശമാണ്. അപ്പോൾ തീരപ്രദേശത്ത് അനുയോജ്യമായത് എന്തൊക്കെയായിരിക്കും? അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് അവരുടെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ചാണ്. അതുകൊണ്ടാണ് കായലോരങ്ങളിൽ അവിടെ പ്രധാനമായിട്ടും തൊണ്ട് തല്ലൽ, പിന്നെന്താണ്? കയറ് പിരിക്കൽ. കുട്ടനാട്ടിലോട്ട് വന്നാൽ നെൽകൃഷി, അതുപോലെ താറാവ് വളർത്തൽ, ഇതൊക്കെ ഓരോ പ്രദേശത്തെയും കൃഷി രീതിക്ക് ഉദാഹരണമാണ്. ഇനി ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ തൊഴിലും കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുന്നത്? അപ്പോൾ ഇവിടെ ഓരോ കൃഷി രീതികൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ വലയെറിയുന്നതും അതുപോലെ നെൽകൃഷി, തേയില,
ഇതൊക്കെ റബ്ബർ, ഇതൊക്കെ ഈ തൊണ്ട് തല്ലൽ, ഇതൊക്കെ ഓരോരോ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ കൃഷി രീതികളാണ്. ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാം. ഇനി കേരളവും പ്രകൃതി ദുരന്തങ്ങളും ആണ് നമ്മൾ പറയുന്നത്. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നതിന് നല്ലതാണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ബാധിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ? അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്. ചുഴലിക്കാറ്റുണ്ടാവും, വെള്ളപ്പൊക്കമുണ്ട്, അതുപോലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ഇതൊക്കെ കാട്ടുതീ, ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. എന്താണ് പ്രകൃതി ദുരന്തങ്ങളെന്ന് ചോദിച്ചാൽ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്തിന് കാരണമാകുന്നു? മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തമാണ് 2004 സുനാമി എന്ന് പറയുന്നത്. അത് കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. ഇനി അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ഉരുൾപൊട്ടൽ, അതുപോലെ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് 2019 ഉണ്ടായ ഉരുൾപൊട്ടലാണ്. ഇവിടെ കണ്ടോ, കവളപ്പാറ എന്ന സ്ഥലത്തിൽ 2019 ഉണ്ടായ ഉരുൾപൊട്ടലാണ്. ഇനി അതുപോലെ തന്നെ പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 ഉരുൾപൊട്ടൽ ഉണ്ടായത് പെട്ടിമുടിയിലാണ്. അപ്പോൾ പെട്ടിമുടിയിൽ 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. അപ്പോൾ ഓരോ വർഷങ്ങളിലും ഇപ്പോൾ 2018 എടുത്താൽ 2018 പ്രളയം, 2019 എന്താണ് കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ, 2020 പെട്ടിമുടി ഉരുൾപൊട്ടൽ, ഇതൊക്കെ ഓരോരോ കാലഘട്ടങ്ങളിൽ അതാത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കാര്യങ്ങളാണ്. ദുരന്ത നിവാരണവും ലഘൂകരണവുമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഈ വാർത്താ തലക്കെട്ടുകളാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം, ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ, ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രളയബാധിതർ വീടുകളിലേക്ക്, കടലിൻ്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്, അതുപോലെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ പ്രളയവും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള വാർത്താ തലക്കെട്ടുകളാണ് തന്നിരിക്കുന്നത്. 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടത് എന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാഷാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം എന്നാണ് തന്നിരിക്കുന്നത്. ദുരന്തപൂർവ നിവാരണ പ്രവർത്തനം. അപ്പോൾ ദുരന്തപൂർവ നിവാരണ പ്രവർത്തനമുണ്ട്, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനമുണ്ട്, ദുരന്താനന്തര പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇതിൽ ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കുക. അപ്പോൾ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ന് മഴ പെയ്യും, അല്ലെങ്കിൽ കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂനമർദ്ദം, ഇതൊക്കെ നമ്മൾ ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടതാണ്. ഇനി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക എന്നതാണ്. ദുരന്താനന്തര പ്രവർത്തനം എന്ന് പറയുമ്പം ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക എന്നതാണ്. ഇനി ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇനി എന്താണ്? ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കാൻ സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമുണ്ട്.
അപ്പോൾ അതേതൊക്കെയാണ്? അതിലൊന്നാമത്തതാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വകുപ്പാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വകുപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇനി ഏതാണ്? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അടുത്തത് ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്. ഇനി ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവയൊക്കെ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. അപ്പോൾ നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചു കൊണ്ടുവന്നത്. ഈ മണ്ണിൻ്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വയ്ക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.